കുട്ടികളി തുടങ്ങിയാലോ? അതാകുമ്പോ എന്റെ പഴയ പണി നടക്കും. മോഷണം അതെ, തിരക്കുള്ള ബസ്സും ഒരു ചെറിയ പ്രയോജനമുണ്ടെങ്കിൽ എന്റെ കാര്യം നോക്കേ. പക്ഷേ എന്നൊക്കെ ഭയങ്കര വേദന. അധികം പൈസ വേണ്ടി വരുമോ? പിന്നെ മുടക്കിയതിന്റെ 10 ഇരട്ടി ഇനിയും വേണം. അച്ചോനെ എല്ലാം കാണുന്നുണ്ടല്ലോ. ഇല്ല ബാബു, നമ്മുടെ പടച്ചവനൊന്നും കണ്ണ് കാണത്തില്ല. ശരിയാ, അച്ചോൻ കണ്ണു തുറക്കുന്നത് നോക്കിയിരിക്കുക. പോലീസുകൾ കണ്ണുകുത്തി പൊട്ടിക്കാൻ എല്ലാം കണ്ട് സഹിച്ച് സഹിച്ച് പൊട്ടിമുട്ടുമ്പോ പോലീസ് അവൻ കണ്ണു തുറക്കും. അപ്പോ ഈ ദുനിയാവ് കത്തിച്ച് ശമ്പലം. മുമ്പോട്ട് 2-3 ആഴ്ചയായി അവനെ കാണാതിരുന്നിട്ട് തമ്പുരാട്ടിയാകെ വിഷമിച്ചിരിക്കുക. ഏതാ അവനിങ്ങാനും വരും. ഈ നിയോജക മണ്ഡലം മൊത്തം കറങ്ങണ്ടേ? സത്യത്തിൽ നമ്മൾ വിചാരിച്ച പോലെയല്ല കൊടുക്കും. അയാള് ഒരു പാവം. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഇതുപോലെ പണം വന്നു അവൻ ജയിച്ചു കഴിഞ്ഞാല് ഉറപ്പിന്റെ പണം നമുക്ക് തിരിച്ചു കൊടുക്കാലോ. അവൻ ജയിച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മളൊക്കെ ആരാ? അത് ഓർക്കുമ്പോ എന്റെ മനസ്സ് കുളിർന്നതാണ്. എനിക്ക് പോണതാണ് എന്റെ നാട്ടിലേക്ക്, എന്നെ കള്ളനാക്കിയ എന്റെ ഗ്രാമത്തിലേക്ക്. അവിടെ പെറ്റ മക്കളെല്ലാം വഴിവെച്ച് പോയപ്പോ ഒരല്പം മനസമാധാനത്തിന് വേണ്ടി നെറുകയിൽ കൈവച്ച് മക്കളെ പിറകുന്ന ഉമ്മയെ കാണും. ആ ഉമ്മയെ കെട്ടിപ്പിടിച്ച് ആ നെറ്റിയിലൊരു മുത്തം കൊടുക്കണം. എന്നിട്ട് ആ കണ്ണുകളിൽ നോക്കി എനിക്ക് പറഞ്ഞതാണ്, ഉമ്മയുടെ മകൻ ഒരു കള്ളനാണ്. അതുകൊട്ടെ എനിക്ക് വിശക്കും. നീ വല്ലതും കഴിച്ചു. ഇന്നലെ വരെ ഒരു നേരത്തേക്കെങ്കിലും കുടുംബത്തുണ്ടായി. അവനെന്നെ വരും. തമ്പുരാട്ടി പേടിക്കണ്ട. തമ്പുരാട്ടി അച്ഛന് മരുന്നല്ല ഇതിലെടുത്ത് വരും. തമ്പുരാനെ കൊടുക്കില്ല. ഋഷിയിലെ തമ്പുരാൻ കിടക്കുന്ന മുറിയിലല്ലേ ഇന്നത്തെ ഉടമ്പടി ഇരിക്കുന്നത്. അത് വെച്ചാൽ അടുത്ത ഇലക്ഷനുള്ള പണം കിട്ടും. ഇന്ന് തമ്പുരാനെ കുളിപ്പിക്കാൻ അകത്ത് കയറുമ്പോ ഞാനതെങ്ങനെ അതിലും കൂടുതൽ അച്ഛനും കേട്ടെ. നീ ആരെയും അകത്തേക്ക് കണ്ടില്ല.